കേട്ടിരിക്കാൻ നല്ല സുഖമുള്ളൊരു പ്രണയകഥ പറയാമെന്ന്. ഓഫീസിൽ ആരും ശ്രദ്ധിക്കാത്ത, കൂട്ടുകാരായി ആരും ഇല്ലാത്ത ഒരൊറ്റപ്പെട്ട പയ്യൻ. അവന് തന്റെ ക്രഷിന്റെ കൂടെ ഒരൊറ്റ ദിവസത്തേക്ക് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ ഒരവസരം കിട്ടുകയാണ്. 2016 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് തായ്ലാൻഡ് മൂവി വൺ ഡേ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അന്ന് ഓഫീസിലെ ഒരു കോസ്റ്റ്യൂം പാർട്ടി ഡേ ആയിരുന്നു. എല്ലാവരുടെ കണ്ണിൽ നിന്നും അദൃശ്യനായി ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന ഇവനാണ് നമ്മുടെ ഹീറോ ഡെൻചായ്. അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫീസിൽ IT ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആളൊരു നേർഡാണ്, ഒരു പക്ക ഇൻട്രോവേർട്ട്. ഒരുപാട് വർഷമായി അതേ ഓഫീസിൽ ജോലി ചെയ്യുന്നെങ്കിലും അവിടുത്തെ സെക്യൂരിറ്റിക്ക് പോലും അവന് ഓർമ്മയില്ല. ഓഫീസിൽ കയറ്റണമെങ്കിൽ ഡെയിലി ID കാർഡ് കാണിച്ചു കൊടുക്കണം. ഓഫീസിൽ ആർക്കും അവന്റെ പേര് പോലും ഓർമ്മയില്ലാത്തതുകൊണ്ട് ഏയ് ഡേയ് ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞാണ് അവരിവനോട് സംസാരിക്കുന്നത്. ചില സമയങ്ങളിൽ അവൻ അത്ഭുതം തോന്നാറുണ്ട്, എന്റെ പേര് ഓർത്തു വെക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന്. ഡെയിലി ഒരേ സ്ഥലത്ത് നിന്നാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ പോലും അവർക്ക് ഇങ്ങനെ ഒരു കസ്റ്റമറിനെ അറിയില്ല. പിന്നെ എല്ലാ വർഷവും കൃത്യമായി അവന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ഒരാളുണ്ട്, കസ്റ്റമർ കെയർ. എന്നാ അവൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാനും പറ്റില്ലല്ലോ. ഡെയിലി മെസ്സേജ് അയക്കാൻ കസ്റ്റമർ കെയറിലെ ചേച്ചി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ ഞാൻ ഇവിടെ ഓർക്കുന്നു. പിന്നെ മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെ എപ്പോഴേലൊക്കെ പാർട്ടിയിലേക്ക് അവന്റെ കൊളീഗ്സ് അവനെ ക്ഷണിക്കും. അതും അവൻ വരാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, എല്ലാരും വിളിക്കുമ്പോ അവനെ വിളിക്കണ്ട എന്നൊരു മര്യാദയിൽ മാത്രം വിളിക്കുന്നതാണ്. അത് അവനും അറിയാം. അതുകൊണ്ട് തന്നെ അവന് വരാൻ പറ്റില്ലെന്ന് അവരോട് അപ്പൊ തന്നെ പറയും. പിന്നെ അവർക്കൊക്കെ അവന് ആകെ ആവശ്യമുള്ളത് അവരുടെ സിസ്റ്റത്തിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോ അത് നേരാക്കി കൊടുക്കാനാണ്. അപ്പോഴും അവർക്ക് അവനോട് സംസാരിക്കാനോ അവൻ പറയുന്നത് കേൾക്കാനോ ഒന്നും ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഡെന്നിനുള്ള ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവന്റെ കമ്പ്യൂട്ടറാണ്. അത് അവൻ പറയുന്നതൊക്കെ കേട്ടിരിക്കും. ഒരു ദിവസം കമ്പ്യൂട്ടറിലെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തതിന് അവരുടെ ഓഫീസിലെ ഒരു പെൺകുട്ടി അവനോട് വന്ന് നന്ദി പറയാണ്. അതിന് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, സ്കൂൾ പിള്ളേർ വരെ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും എന്ന് അവൻ അവളോട് റൂഡായിട്ട് മറുപടി കൊടുക്കാണ്. അത് കേട്ട് ചമ്മിയ മുഖത്തോടെ ഒന്ന് ചിരിച്ച് അവൾ തിരികെ പോകാണ്. അത് കേട്ടു വന്ന അവന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരുത്തന് അവന്റെ മുഖത്തിട്ടൊരു തല്ല് കൊടുക്കാണ്. ഇങ്ങനെയാണോ അവളോട് സംസാരിക്കുക? നീ കാരണം നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ വിലയെല്ലാം പോകുമെന്ന് അയാൾ അവനോട് പറയാണ്. അപ്പോ സ്കൂളിൽ ഡെന്നിന്റെ കൂടെ പഠിച്ച പഴയൊരു കൂട്ടുകാരുടെ അടുത്ത് നിന്ന് അവന് മെസ്സേജ് വരികയാണ്. നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവളുടെ മെസ്സേജ് കാണുന്ന അവന്റെ ആ ഫ്രണ്ടൊന്നല്ല, എന്നാലും അവനോട് സംസാരിക്കുന്ന ഒരേ ഒരാളെന്ന നിലക്ക് നമുക്കവനെ ഫ്രണ്ട് തന്നെ വിളിക്കാം. അവളെ ചെന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെന്നിനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഡെന്നും അവളെ മീറ്റ് ചെയ്യാൻ ചെല്ലാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് അവരിപ്പോ കണ്ടുമുട്ടുന്നത്. ആദ്യമൊക്കെ കുറച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ച് അവൾ അവനോട് ചോദിക്കാണ്, അപ്പോ നീ ഇതുവരെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ എന്ന്. അപ്പോഴാണ് അവൾ അവനെ മീറ്റ് ചെയ്തതിന്റെ യഥാർത്ഥ ഉദ്ദേശം പുറത്തു വരുന്നത്. അവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും കണ്ട് അവനൊരു മണ്ടനാണെന്ന് മനസ്സിലാക്കി അവനെ എളുപ്പം പറ്റിക്കാന്ന ഉദ്ദേശത്തില് അവള് സെല് ചെയ്യുന്ന കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാനാണ് അവൾ വന്നിട്ടുള്ളത്. അവനാണെങ്കിൽ നോ പറയേണ്ട ബുദ്ധിമുട്ടില് ഒരാവശ്യമില്ലാത്ത കുറെ സാധനങ്ങളും അവളുടെ അടുത്തുനിന്ന് വാങ്ങി വന്നിരിക്കുകയാണ്. ആൾക്കാർക്കൊക്കെ ഒരു പുഷ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് അവൻ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്. ഞെക്കിക്കഴിഞ്ഞാൽ അവളുടെ മനസ്സിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുഷ് ബട്ടൺ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ആ പുതിയ പെണ്ണില്ലേ, അവളുടെ കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു, നീ ചെന്നൊന്ന് നോക്ക് എന്ന് അവന്റെ ഫ്രണ്ട് അവനോട് പറയാണ്. അത് കേട്ട് ചിരിച്ച് മുടിയൊക്കെ ഒന്ന് വാർന്ന് സെറ്റാക്കി അവളുടെ അടുത്തേക്ക് അവൻ ചെല്ലാണ്. നല്ല സുന്ദരിയും സ്മാർട്ടും ആയിട്ടുള്ള ഒരു പെൺകുട്ടി. ഇതാണ് നമ്മുടെ ഹീറോയിൻ നൂയി. മറ്റുള്ളവരെ പോലെയല്ല, അവള് അവനോട് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. മാത്രല്ല അവളെ ഹെൽപ്പ് ചെയ്തതിന് നന്ദിയുണ്ട് ഡെൻചായ് എന്ന് അവള് അവനോട് പറയാണ്. ഡെൻ അത്ഭുതപ്പെട്ടു. ഓ, നിനക്കെന്റെ പേര് ഓർമ്മയുണ്ടോ? പിന്നെന്താ, എനിക്ക് ഓർമ്മയുണ്ട്, ഡെൻചായ് സെബാട്ടനോൺ. അതവന്റെ ഫുൾ നെയിം ആണ്. മറ്റുള്ളവർക്കൊന്നും ഇതുവരെ അവന്റെ പേര് പോലും അറിയില്ല. ഇവളാണെങ്കിൽ ഫുൾ നെയിം കൃത്യമായി ഓർത്തു വെച്ചിരിക്കുന്നു. അവൻ അവളെ ഒരുപാട് ഇഷ്ടായി. അന്നു മുതല് നൂയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഡെൻ ശ്രദ്ധിച്ചു വെക്കാൻ തുടങ്ങി. അവൾ എല്ലാരോടും ചിരിച്ചു കളിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറാറുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവളുടേത്. ഒരു ദിവസം ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നൂയുടെ അടുത്ത് വന്ന് ബോസ് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, തന്റെ കൂടെ വരാമോ എന്ന് ചോദിക്കാണ്. അവളും കൂടെ ചെല്ലുന്നു. ബോസും ന്യൂയും പോകുമ്പോ അവിടുത്തെ മറ്റ് സ്റ്റാഫ്സ് എല്ലാം അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവര് പോയ ഉടനെ മറ്റുള്ളവരെല്ലാം ഓരോന്ന് പറയാൻ തുടങ്ങും. ഈ ആഴ്ച ഇപ്പോ ഇത് 3ാമത്തെ മീറ്റിംഗ് ആണല്ലോ, അവര് തമ്മിൽ എന്തോ ഉണ്ടെന്നൊക്കെ അവര് സംസാരിക്കാണ്. അത് കേട്ട ഡെൻ ഉടനെ തന്നെ ന്യൂയുടെയും ബോസിന്റെയും പിന്നാലെ ചെന്ന് നോക്കാണ്. അപ്പൊ ബോസിന്റെ പേര് ടോപ്പ് എന്നാണ്.
ടോപ്പ് അവൾക്ക് പൂ കൊടുക്കുന്നതും അവര് തമ്മിൽ നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്നതെല്ലാം ഇവൻ ഇവിടെ നിന്ന് കാണാണ്. അത് കണ്ട് അവൻ ഒരുപാട് വിഷമാവുന്നു. അന്ന് രാത്രി ഡെന്നിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ട് ടോപ്പിന്റെ ലാപ്ടോപ്പ് അവന്റെ കൈ കൊടുത്തിട്ട് പറയാണ്, ഇതിനകത്ത് ഒരു CD കുടുങ്ങി കിടക്കുന്നുണ്ട്, നീ അതൊന്ന് ശരിയാക്കി കൊടുക്കണം. എനിക്കിത് തീരെ സമയമല്ല, അമ്മയ്ക്ക് കീ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. പോകുമ്പോ കാമുകിയായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കാമുകിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവന്റെ വർക്ക് ഡെന്നിന്റെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് അമ്മയെ സഹായിക്കാൻ പോണെന്നും കള്ളം പറഞ്ഞ് അവിടുന്ന് പോവാണ്. ലാപ്ടോപ്പ് പരിശോധിക്കുന്നതിന്റെ ഇടയിൽ ടോപ്പിന്റെ ഫാമിലി ഫോട്ടോസ് ഡെൻ കാണണം. അതില് ടോപ്പിന്റെ വൈഫും മകനും ഒന്നിച്ചിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ടോപ്പ് ഓൾറെഡി മാരീഡ് ആണ്. എന്നിട്ടാണ് ന്യൂ ആയിട്ട് റിലേഷൻ കൊണ്ടുപോകുന്നത്. ആ കാര്യം ന്യൂയ്ക്കും അറിയാം. ഞാൻ ഉടനെ തന്നെ ഡിവോഴ്സ് ആവും, ശേഷം നമുക്ക് വിവാഹം കഴിക്കാമെന്ന ടോപ്പിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് അവൾ അവനുമായിട്ട് റിലേഷൻഷിപ്പില് മുന്നോട്ട് പോകുന്നത്. ഇന്ന് അവരുടെ ഓഫീസില് കോസ്റ്റ്യൂം പാർട്ടി നടക്കാണ്. നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട ദിവസം ടിങ്കർ ബെല്ലിനെ പോലെ കോസ്റ്റ്യൂമും ധരിച്ച് ന്യൂ പാർട്ടിയിൽ വരികയാണ്. അവളുടെ തൊട്ടടുത്ത് തന്നെ ഡെൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഉള്ളതായിട്ട് തന്നെ അവള് കാണുന്നില്ല. അവിടെ വേറെ ആരും ഇല്ലെന്ന് വിചാരിച്ചിട്ട് അവളുടെ ദേഹത്ത് കുത്തുന്ന സേഫ്റ്റി പിന്നെ അവള് റെഡിയാക്കാണ്. അവള് ഡ്രസ്സ് പൊക്കുന്ന കണ്ടിട്ട് അവന് മുഖം തിരിക്കാണ്. എടി കണ്ടോ, ടോമും ന്യൂയും പീറ്റർ പാനിനെയും ടിങ്കർ ബെല്ലിനെയും പോലെയാണ് ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത്. രണ്ടാളും പ്രണയ ജോഡികളുടെ കോസ്റ്റ്യൂമിലാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ കൊളീഗ്സ് അവരെ കുറിച്ചിട്ട് കമന്റ് അടിക്കാണ്. അത് ഡെന്നും കേൾക്കുന്നുണ്ട്. പാർട്ടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തവണത്തെ ഓഫീസ് ട്രിപ്പിനെ കുറിച്ചിട്ടുള്ള അനൗൺസ്മെന്റ് ടോപ്പ് അവരെ അറിയിക്കാണ്. ഇത്തവണ നമ്മള് ജപ്പാനിലെ ഹൊക്കൈഡോയ്ക്കാണ് പോകാൻ പോകുന്നത്. അവിടുത്തെ സ്നോ ഫെസ്റ്റിവൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണെന്ന് ടോപ്പ് ന്യൂയെ നോക്കി പറയാണ്. അത് കേട്ട് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ന്യൂയുടെ ഡ്രീം പ്ലേസ് ആയിരുന്നു അത്. അവിടുത്തെ സ്നോ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക എന്നുള്ളത് അവളുടെ ഒരു ഡ്രീം ആയിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. അവരെല്ലാവരും ഹൊക്കൈഡോയിൽ എത്തിയിരിക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പുറകില് എത്തിവലിന് ഫോട്ടോ ഒക്കെ പോസ് ചെയ്യാണ് നമ്മുടെ ഡെൻ. അവന്റെ മുഖം പോലും നേരെ കാണുന്നില്ല. ടോപ്പും ന്യൂയും എപ്പോഴും ഒന്നിച്ചാണ് നടക്കുന്നത്. അവരുടെ കളിയും കൊഞ്ചലും എല്ലാം കണ്ട് ഡെൻ എപ്പോഴും അവരുടെ പുറകെ തന്നെ ഉണ്ട്. ന്യൂയോ കൈവിട്ടു പോയി. എന്നാ പിന്നെ ട്രിപ്പെങ്കിലും നേരാവണ്ണം ഒന്ന് എൻജോയ് ചെയ്തൂടെ അവന്? ഏയ്, അത് പറ്റില്ല. അവരെന്താ ചെയ്യണ്, അവരെന്താ പറയണെന്ന് നോക്കി നടന്നില്ലേ അവന് സമാധാനം കിട്ടൂല. ന്യൂയി ടോപ്പിനെ മൈ പ്രിൻസ് എന്നും ടോപ്പ് ന്യൂയിയെ ടർക്കി എന്നുമാണ് പരസ്പരം വിളിക്കുന്നത്. ടർക്കി, ഞാൻ നിനക്കൊരു മേജിക് കാണിച്ചു തരട്ടെ. 1 2 3 4 5 എന്ന് പറഞ്ഞ് ടോപ്പ് ക്ലോക്കിന് നേരെ കൈ കാണിക്കുമ്പോ അതിൽ നിന്നും പുക വരികയാണ്. അത് കണ്ട് ന്യൂയി ആകെ ചിരിക്കാണ്. ന്യൂയി ഇപ്പോഴും ഈ പഴയ ട്രിക്കിലൊക്കെ വീഴുവോ? ഡെൻ ആലോചിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പാട്ടുപെട്ടി കാണാൻ പോകാൻ വേണ്ടി ന്യൂയി ടോപ്പിനെ വിളിക്കാണ്. എന്നാ അവിടെ ഓഫീസിലെ മറ്റ് സ്റ്റാഫ്സ് എല്ലാരും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ടോപ്പ് അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല. അത് കണ്ട് ന്യൂയിക്ക് ഒരുപാട് വിഷമാവാണ്. അവള് വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി ടോപ്പ് അവളോട് പറയാണ്, നമുക്ക് കല്യാണം കഴിക്കാം. ഇപ്രാവശ്യം തിരികെ പോയാല് എന്തായാലും എന്റെ ഈ മോതിരത്തില് ഞാൻ നിന്റെ പേരെഴുതി ചേർക്കും. അതിൽ അവള് വീഴുന്നു. സങ്കടമൊക്കെ മാറി അവള് ഹാപ്പി ആവാണ്. ഡെന്നിന് അവന്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മണി കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ആ മണിയടിച്ച് പ്രാർത്ഥിച്ച പ്രണയം സക്സസ് ആവുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നീ ഒന്ന് ചെന്ന് ട്രൈ ചെയ്തോക്ക്, എങ്ങാനും വല്ല പ്രണയവും സെറ്റ് ആയാലോ. ഡെൻ ചെന്ന് പ്രാർത്ഥിച്ച് ഒരേ ഒരു ദിവസമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് ആ മണിയടിക്കാണ്. നെക്സ്റ്റ് ഡേ കാണിക്കുന്നു. ഡെൻ ലിഫ്റ്റില് താഴേക്ക് പോകാവും. അപ്പോഴാണ് ന്യൂയി ലിഫ്റ്റിൽ കയറാൻ വരുന്നത്. ഡെന്നിനെ കണ്ടപ്പോ, നീ ആദ്യം താഴേക്ക് പോയിക്കോ, എനിക്ക് റൂമിൽ നിന്ന് ഒരു സാധനം എടുക്കാണ്ടെന്ന് പറഞ്ഞ് നോയി പോവാണ്. ഡെൻ കുറച്ചേരം വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നോയി തിരികെ വരുന്ന കാണുന്നില്ല. സോ അവള് തന്നെ ഒഴിവാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെന്ന് അവന് മനസ്സിലാകുന്നു. താഴെ എത്തി നോക്കുമ്പോ അവിടെ ടോപ്പിന്റെ വൈഫും കുട്ടിയും അവനെ കാണാൻ സർപ്രൈസ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവും. അവര് മൂന്നുപേരും ഒന്നിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് നോയി ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് ഡെൻ തിരയാണ്. അപ്പോ മുകളില് അവരെ നോക്കി വിഷമിച്ച് നിൽക്കുന്ന ന്യൂയിയെ അവൻ കാണുന്നു. തലവേദനയാണെന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം ന്യൂയി അവരുടെ കൂടെ പുറത്തു പോകുന്നില്ല. ന്യൂയി ഇനി എന്താ ചെയ്യാ? എത്ര കാലം എന്ന് വെച്ചിട്ടാണ് അവളെ റിലേഷൻഷിപ്പിൽ പോകുക? അതൊന്നും ഒരു പ്രശ്നമല്ല. ഭാര്യയും ഗേൾഫ്രണ്ടൊക്കെ ആയിട്ട് അവര് നല്ലൊരു സന്തുഷ്ട കുടുംബമായിട്ട് ജീവിച്ചോളെന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് ഓഫീസിലെ സ്റ്റാഫ്സ് ചിരിക്കാണ്. അത് ഡെൻ കേൾക്കുന്നുണ്ട്. രാത്രി എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാവും. ടോപ്പും വൈഫും കുട്ടിയും പിന്നെ മറ്റു 2 ഓഫീസ് സ്റ്റാഫ്സും കൂടി ഒരു ടേബിളിലായിരിക്കും ഇരിക്കുന്നത്. അവിടെ ഒരു സീറ്റ് കൂടി ബാക്കിയുണ്ട്. ന്യൂയി ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. അവളെങ്ങാനും അവിടെ ഇരുന്ന അവൾ കൂടുതൽ വിഷമിക്കുന്നു മനസ്സിലാക്കി ഡെൻ ഓടിച്ചെന്ന് ആ ചെയറിൽ ഇരിക്കാണ്. സോ വെയിറ്റർ ന്യൂയിയെ അവരുടെ തൊട്ടപ്പുറത്തുള്ള ചെയറിൽ കൊണ്ടിരുത്താണ്. നാളെ ഓഫീസിലെ മറ്റ് സ്റ്റാഫ്സ് എല്ലാം തിരിച്ചു പോകും. ന്യൂയും ടോപ്പും 2 ദിവസം കൂടി അവിടെ നിന്ന് സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കറങ്ങാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. ജപ്പാനിലെ ഒരു സുഹൃത്തിന്റെ കൂടെ സ്ഥലങ്ങൾ കാണാൻ പോകാമെന്നാണ് വൈഫിനോട് ടോപ്പ് പറഞ്ഞിട്ടുള്ളത്. നാളെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ തിരിച്ചു വരുന്നുണ്ടോ എന്ന്
ടോപ്പിന്റെ വൈഫിനോട് നൂയുടെ ഫ്രണ്ട് ചോദിക്കുമ്പോ ഇല്ല, ഞാൻ ടോപ്പിന്റെ കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാന്ന് ആഗ്രഹിക്കാണ്. ഞാനിപ്പോ രണ്ടാമത് പ്രഗ്നന്റ് ആണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ എനിക്കിനി യാത്ര ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വൈഫ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് ടോപ്പ് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അവൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു തോന്നുന്നില്ല. നോയിയെ വെറുതെ വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചോണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതെല്ലാം കേട്ട് വിഷമിച്ച നോയി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ഡെന്നും പുറകെ ചെല്ലുന്നുണ്ട്. അവള് മാറി നിന്ന് കരയാവും. അവൾക്ക് ടോപ്പിന്റെ കോൾ വരികയാണ്. സാരല്ല, നീ നാളെ വൈഫിന്റെ കൂടെ പൊക്കോളൂ, ഞാനിവിടെ ഒറ്റക്ക് നിന്നോളാം. സാരല്ല, ഞാൻ നിനക്ക് വേണ്ടി 3 കൊല്ലം കാത്തു നിന്നില്ലേ, ഇനിയും എത്ര വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ടോയ്ലറ്റിന്റെ അകത്ത് ചെന്ന് അവള് കരയാണ്. പുറത്തു നിന്ന് ഡെൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അടുത്ത ദിവസം ടോപ്പും ഫാമിലിയും ടോക്കിയോയിലേക്ക് പോവുകയാണ്. ഓഫീസിലെ സ്റ്റാഫ്സ് എല്ലാം ടൂർ കഴിഞ്ഞ് തിരികെ പോവുകയാണ്. ഡെൻ മാത്രം അവരോടൊപ്പം പോകുന്നില്ല. തിരികെ വന്ന് നോയെ അന്വേഷിക്കാണ്. അവൾ അവിടെ ഒറ്റക്ക് മാറിയിരിക്കുന്നുണ്ടാവും. അവളുടെ കയ്യില് ടോപ്പിന്റെ കൂടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്തുകൊണ്ടുണ്ടാക്കിയ ഒരു മാപ്പ് ഉണ്ടാവും. അത് അവള് കീറി കളയാണ്. അവിടുന്ന് പുറത്തു വരുമ്പോ അവിടെ ഒരു വെഡിങ് സെലിബ്രേഷൻ നടക്കാവും. ഇതും കൂടി കാണുമ്പോ അവൾക്ക് കൂടുതൽ വിഷമാവാണ്. നോയി സ്നോ സ്കേറ്റ് ചെയ്യാൻ പോകാണ്. അവളുടെ പുറകെ തന്നെ ഡെന്നും ചെല്ലുന്നുണ്ട്. ഒരു മഞ്ഞുമാലയുടെ മണ്ടയ്ക്ക് കയറി നിന്ന് അവിടുന്ന് നേരെ സ്കേറ്റിംഗ് ചെയ്തു പോവാണ് നോയി. ഡെൻ അവളെ ഉറക്കെ വിളിച്ച് വന്ന് നോക്കുമ്പോ അവിടെ എങ്ങും അവളെ കാണുന്നുണ്ടാവില്ല. അവള് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. ആകെ ടെൻഷനായ ഡെൻ അവളുടെ പുറകെ തന്നെ സ്കേറ്റ് ചെയ്ത് ചെല്ലുന്നുണ്ട്. എന്നാ സ്നോ സ്കേറ്റിംഗ് അവൻക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഒരുപാട് തവണ തട്ടി വീഴാണ്. ചെറിയ രീതിക്ക് പരിക്കും പറ്റുന്നുണ്ട്. നോയെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാരെയും പോലീസിനെ എല്ലാം അറിയിച്ച് തിരച്ചിൽ നടത്തുകയാണ്. നീണ്ട തിരച്ചിലിനൊടുവിൽ മലയുടെ അടിവാരത്ത് നിന്നും അവളെ കണ്ടെത്തുകയാണ്. നോയുടെ ബോധം നഷ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അപ്പോ ഇന്നലെ അവൻ അടിച്ച ആ മണിയില്ലേ, അത് കാറ്റത്താടി തനിയെ ശബ്ദമുണ്ടാക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. പുറമേ പരിക്കുകളൊന്നും കാണുന്നില്ല. ഇനി തലയൊന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് ഡോക്ടർ ഡെന്നിനോട് പറയുന്നു. അപ്പോ നോയിക്ക് ബോധം വരുന്നു. അവളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഓർമ്മയുണ്ടോന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതെല്ലാം അവൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. തൊട്ടടുത്ത് നിന്നിരുന്ന ഡെന്നിനെ നോക്കി ഇതാരാണ്, ഞാനിപ്പോ എവിടെയാണെന്നെല്ലാം അവൾ ചോദിക്കുകയാണ്. അവസാനമായി സംഭവിച്ച കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല. തലയുടെ സ്കാനിങ് വന്നു. ഡോക്ടർ അവനോട് പറയണം സ്കാനിങ്ങിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവളുടെ രോഗലക്ഷണങ്ങൾ കണ്ട് ഇത് TGA, അതായത് ട്രാൻസിയന്റ് ഗ്ലോബൽ അംനേഷ്യ എന്ന ഒരു ഡെയർ ഡിസീസ് ആണെന്നാണ് തോന്നുന്നത്. അവളുടെ ലോങ് ടൈം മെമ്മറീസ് എല്ലാം അവൾക്ക് ഓർമ്മ ഉണ്ടാവും, എന്നാൽ ഷോർട്ട് ടൈം മെമ്മറീസ് എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അതായത് റീസെന്റ് ആയി നടന്ന കാര്യങ്ങളെല്ലാം അവൾ മറന്നിട്ടുണ്ടാവും. ഇതിന് ട്രീറ്റ്മെന്റിന് ഒന്നും ആവശ്യമല്ല. നാളെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് എല്ലാം ഓർമ്മ വന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം നടക്കുന്ന കാര്യങ്ങളൊന്നും അവൾക്ക് പിന്നീട് ഓർമ്മ ഉണ്ടാവില്ല. അതെല്ലാം അവൾ മറക്കും. അങ്ങനെ നോയി അവിടുന്ന് ഡിസ്ചാർജ് ആവുകയാണ്. ബില്ലിൽ ഒപ്പിടാൻ നേരാണ് അതിലെ ഡേറ്റ് കണ്ട് ഇത് 2016 അവൾ മനസ്സിലാക്കുന്നത്. അവൾ ഇപ്പോഴും 2012 ഓർമ്മകളിലാണ്. നമ്മളിവിടെ ഓഫീസ് ടൂർ വന്നതാണ് എന്നും പറഞ്ഞ് ഡെൻ അവരെല്ലാരും കൂടി എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുക്കാണ്. നിങ്ങൾ ഇവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അതെ, ആ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് ഞാനാണ്. ഡെൻ അവനെ കാണിച്ചു കൊടുക്കാണ്. എനിക്ക് ഇവരാരെയും ഓർമ്മ കിട്ടുന്നില്ല. എന്നിട്ട് ഇവരൊക്കെ ഇപ്പൊ എവിടെയാണ്? അവരെല്ലാവരും തായ്ലാന്റിലേക്ക് തിരിച്ചുപോയി. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം എന്താ ഇവിടെ നിൽക്കുന്നത്? സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി 2 ദിവസം കൂടി ഇവിടെ നിൽക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാളും മാത്രം പോവാത്തത്. നമ്മൾ രണ്ടാളും മാത്രം? ഞാനങ്ങനെ ഒരാളിന്റെ കൂടെ ഒറ്റക്ക് മാത്രം നിൽക്കാറില്ല. ഒന്നല്ലെങ്കിൽ നീ എന്റെ ഗേ ഫ്രണ്ട് ആവണം, അല്ലെങ്കിൽ നീ എന്റെ ബോയ് ഫ്രണ്ട് ആവണം. ഇതിലേതാണെന്ന് നോയി അവനോട് ചോദിക്കാണ്. ഡെൻ നല്ലോണം ആലോചിച്ച് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയാണ്. അത് കേട്ടപാടെ അവളുടെ മുഖം മാറാണ്. പക്ഷേ എന്റെ ഓർമ്മയിലും എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ. അതിന് നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടില്ലേ? എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നിച്ചുള്ള ഫോട്ടോ കാണിക്ക്. അത് പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മുടെ ഫോട്ടോസ് ഒന്നും ഇല്ല. എന്ത് ലവേഴ്സ് ആയിട്ട് ഒന്നിച്ചുള്ള ഫോട്ടോ ഒന്നും ഇല്ലാന്നോ? ആ ഗ്രൂപ്പ് ഫോട്ടോയില് നീ എന്റെ അടുത്ത് പോലും അല്ലല്ലോ നിൽക്കുന്നത്. അത് പിന്നെ നമ്മള് പ്രണയത്തിലാണെന്ന് ആർക്കും അറിയില്ല, കാരണം ഞാൻ നിന്റെ ബോസാ. ഓ, എന്നാ എന്റെ ഫോണ് താ. ഡെൻ ഒന്ന് പരിങ്ങി അവളുടെ ഫോൺ എടുത്തു കൊടുക്കാണ്. എന്നാ അത് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോ മഞ്ഞിൽ കിടന്നിട്ട് അത് കേടായതാവും അവൻ പറയുന്നു. എന്നാ നിന്റെ ഫോൺ ഒന്ന് തരുമോ? ഒന്നും മടിച്ച് അവൻ അവന്റെ ഫോൺ എടുത്തു കൊടുക്കാണ്. നോയി അവളുടെ അമ്മയെ വിളിക്കാണ്. നീ എന്താ ഇപ്പൊ വിളിച്ചിരിക്കുന്നത്? ബോയ് ഫ്രണ്ടിന്റെ കൂടെ നിന്ന് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നല്ലേ നീ പറഞ്ഞിരുന്നത്? ഓ, ആ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നോ? അപ്പോ എന്റെ ബോയ് ഫ്രണ്ടിന്റെ പേരെന്താ? ടോപ്പ് എന്ന് അമ്മ മറുപടി കൊടുക്കാണ്. നിന്റെ പേരെന്താണെന്ന് ഡെന്നിനോട് നോയ് ചോദിക്കാണ്. അവൻ ടോപ്പ് എന്ന് മറുപടി പറയുന്നു. അമ്മേ, ടോപ്പ് കാണാൻ ആളെങ്ങനെയാണ്? അത് കേട്ട് ഡെൻ ആകെ ടെൻഷൻ ആവുകയാണ്. അവന്റെ കള്ളൊക്കെ ഇപ്പൊ പൊളിയെന്ന് അവൻ വിചാരിച്ചു.
അതെനിക്കെങ്ങനെ അറിയാം? നീ അവനായിട്ട് ഇതുവരെ എന്നെ വന്ന് കണ്ടിട്ടില്ലല്ലോ. എന്തിന്? അവന്റെ ഒരു ഫോട്ടോ പോലും എന്നെ കാണിച്ചിട്ടില്ലല്ലോ. എന്തേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അമ്മ ചോദിക്കാണ്. ഇല്ല അമ്മേ, ഞാൻ പിന്നെ വിളിക്കാൻ എന്നും പറഞ്ഞ് നോയി കോൾ കട്ടാക്കുന്നു. അവൾ ഫോൺ ഡെന്നിന് തിരികെ കൊടുക്കാണ്. നമ്മൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 3 വർഷം. 3 വർഷമായിട്ടും എന്റെ അമ്മയെ നീ പരിചയപ്പെട്ടിട്ടില്ലേ? ഇല്ലെന്ന് അവൻ പറയുന്നു. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്നൊരു ദിവസം എന്റെ ഓർമ്മയില്ലാതായി. എന്നിട്ട് ഒരു അപരിചിതൻ എന്നോട് വന്ന് എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്നു. ഒരു തെളിവില്ലാതെ ഞാനെങ്ങനെ നിങ്ങളെ വിശ്വസിക്കുക? നിന്റെ ഇടത് നെഞ്ചിന് താഴെയായിട്ട് ഒരു മറുകുണ്ടെന്ന് ഞാൻ അവളോട് പറയാണ്. കോസ്റ്റ്യൂം പാർട്ടിയിൽ വെച്ചിട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഡ്രസ്സ് നേരാക്കിയിരുന്നില്ലേ, അപ്പ കണ്ടതാണ് അവന്. എന്നാ അത് അവൾക്കറിയില്ലല്ലോ. ആ കാര്യം അവൻ അറിയണമെങ്കിൽ ചിലപ്പോ അവൻ തന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. അയ്യേ, ഇവനാണോ എന്റെ ബോയ് ഫ്രണ്ട് എന്ന രീതിയിൽ അവളെ മുഖത്തൊരു എക്സ്പ്രഷൻ വരികയാണ്. അത് അവനും കാണുന്നുണ്ട്. ഡെൻ നേരെ റെസ്റ്റ് റൂമിൽ വന്നിട്ട് വൊമിറ്റ് ചെയ്യാണ്. അത്ര നേരം അവൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം കാരണമായിരിക്കും. ശേഷം മുടിയൊക്കെ ഒന്ന് നേരാക്കി അവളുടെ അടുത്തേക്ക് തന്നെ പോവാണ്. പുറത്ത് നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. നോയിക്ക് തണുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഡെൻ അവന്റെ കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുക്കാൻ നോക്കാണ്. എന്നാ നോയിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മറുക് കണ്ടെന്ന് നീ പറഞ്ഞില്ലേ, അപ്പോ നമ്മൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കാണ്. അതേ എന്ന് ഡെൻ കള്ളം പറയണം. അയ്യേ, ഇവനുമായിട്ടോ എന്ന രീതിയിൽ അവൾ അവനങ്ങനെ നോക്കാണ്. ഹോട്ടലിലേക്ക് തിരികെ പോകാനുള്ള വണ്ടി വരാൻ ഇനി 1 മണിക്കൂർ എടുക്കും. ആ സമയം നമുക്ക് ഈ സിറ്റി ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടോല്ലോ എന്ന് ഡെൻ അവളോട് ചോദിക്കാണ്. അങ്ങനെ അവരെ സിറ്റി കാണാൻ ഇറങ്ങാണ്. ന്യൂയി ആണെങ്കിൽ അവന് മൈൻഡ് ചെയ്യാതെ മുന്നിൽ വേഗത്തിൽ നടക്കാണ്. ഓരോന്ന് പറഞ്ഞ് അവനും അവളുടെ പുറകെ തന്നെ ഉണ്ട്. ന്യൂയി, നിന്നെ കാണുമ്പോ ഇപ്പൊ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഹോട്ടലിലേക്ക് തിരിച്ചു പോകുന്നതിന് പകരം നമുക്ക് ഇവിടേക്ക് ചുറ്റി നടന്ന് കണ്ടാലോ എന്ന് അവൻ ചോദിക്കാണ്. അവൾ ഒന്നും പറയാതെ നടക്കാണ്. ഡെൻ ന്യൂയിയെ ടർക്കി എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. നീ എന്തിനാ എന്നെ അങ്ങനെ വിളിക്കുന്നത്? നമ്മൾ അങ്ങനെയല്ലേ വിളിക്കാറ്? സ്നേഹത്തിലായിരിക്കുമ്പോ ഞാൻ നിന്നെ ടർക്കി എന്ന് വിളിക്കും, നീ എന്നെ മൈ പ്രിൻസ് എന്ന് വിളിക്കും. ഇത് കണ്ടോ, മാസങ്ങളായി നീ ഈ ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്യാണ്. ഇതിൽ ഓൾറെഡി 2 പ്ലേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നും പറഞ്ഞ് ഡെൻ ന്യൂയിയുടെ മാപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കാണ്. എന്നിട്ട് എന്താ ഇതൊക്കെ കീറിയിരിക്കുന്നത്? അത് പിന്നെ ജോലിയുടെ തിരക്ക് കാരണം എനിക്ക് ആദ്യം നിന്റെ കൂടെ ഈ ട്രിപ്പിന് വരാൻ കഴിയുമായിരുന്നില്ല. ആദേശത്തില് നീ കീറിയതാണെന്ന് ഡെൻ പറയുന്നു. നിന്റെ കൂടെ ഈ ട്രിപ്പിന് വരാൻ ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്ന് ന്യൂയി പുച്ഛത്തോടെ അവനോട് ചോദിക്കാണ്. അതെ, ഇപ്പൊ എന്റെ തിരക്കൊക്കെ കഴിഞ്ഞു, ഇനി നമുക്കൊന്നിച്ച് ഇവിടെയെല്ലാം ചുറ്റി കാണാമെന്ന് ഡെൻ പറയുന്നു. എനിക്കിപ്പോ അതിന് തോന്നുന്നില്ല എന്ന് ന്യൂയി പറയാണ്. നമുക്ക് പോവാന്നേ പ്ലീസ്. അവൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ കൂടെ വരാൻ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാണ്. എന്തൊരു ശല്യാണിതെന്നും പറഞ്ഞ് അവള് ദേഷ്യത്തോടെ നടക്കാണ്. ന്യൂയി, എനിക്ക് മാന്ത്രിക ശക്തിയുള്ള കാര്യം നിനക്കറിയാമോ എന്നും ചോദിച്ച് 5 വരെ കൗണ്ട് ചെയ്ത് ഡെൻ ക്ലോക്കിന് നേരെ കൈ നീട്ടാണ്. അപ്പോ അതിൽ നിന്നും പുക വരികയാണ്. അവന്റെ ആ പൊട്ട ഐഡിയ കണ്ടിട്ട് അവൾക്ക് ദേഷ്യം കൂടുതലാവാണ്. നേരത്തെ ടോപ്പ് ചെയ്ത ഐഡിയ കാണിച്ചപ്പോ അവൾ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. ഡെൻ കാണിച്ചപ്പോ വീണ്ടും പുച്ഛം. അവര് രണ്ടാളും അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിൽ കയറാണ്. അവിടെ വെച്ചിട്ട് ഡെനിന്റെ ബാഗിന്റെ സിബില് അവിടെ വിരിച്ചിരുന്ന ഒരു തുണി കുടുങ്ങി അതിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങള് നിലത്ത് വീണ് പൊട്ടാണ്. ക്രെഡിറ്റ് കാർഡ് വഴി ആ ബില്ലൊക്കെ പേ ചെയ്ത് വീണ്ടും ചിരിച്ചോണ്ട് തന്നെ വരികയാണ്. ഇവിടെ അടുത്ത് നല്ല സൂഷി വിഭവങ്ങൾ കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട് എന്നും പറഞ്ഞ് ഡെൻ അവളുടെ കൈ പിടിച്ച് അവിടേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. ന്യൂയി പെട്ടെന്ന് കൈ വലിക്കാണ്. നമ്മൾ ചിലപ്പോ ലോവേഴ്സ് ആയിരിക്കാം, പക്ഷെ ഇന്നത്തെ ദിവസം നമുക്ക് ബ്രേക്കപ്പ് ആവും. ഓർമ്മ നഷ്ടപ്പെട്ട് ഉറക്കം ഉണർന്നപ്പോ തന്നെ ആകെ കൊളായി. പോരാത്തതിന് നിന്നെ പോലെ ഒരുത്തനെ ബോയ് ഫ്രണ്ട് ആയിട്ട് സഹിക്കും വേണം. ന്യൂയി ദേഷ്യത്തോടെ പറയാണ്. എന്നെ പോലെ ഒരുത്തനോ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? അതെ, ആദ്യം നീ നിന്റെ കോലൊന്ന് നോക്കുക എന്ന് ന്യൂയി പറയാണ്. അവള് പറഞ്ഞത് കേട്ട് ഡെന്നിന് ഒരുപാട് വിഷമാവാണ്. അവൻ കയ്യിലുണ്ടായിരുന്ന മാപ്പ് താഴെയിട്ട് സിഗ്നൽ പോലും ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ പോവാണ്. ഒരു കാർ അവനെ ഇടിക്കാൻ വരുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യുക പോലും ചെയ്യാതെ അങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ മുഖത്തടിച്ച പോലെ അവനോട് പറയേണ്ടിയിരുന്നില്ല എന്നോർത്ത് ന്യൂയിക്ക് വിഷമാവാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അവൻ തിരിച്ചു വരികയാണ്. സൂഷി വിഭവങ്ങൾ കിട്ടുന്ന റെസ്റ്റോറന്റ് ഞാൻ കണ്ടുപിടിച്ചു എന്ന് അവളെ നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞ് ന്യൂയെയും കൂട്ടി പോവാണ് അങ്ങോട്ട്. ഡെൻ ന്യൂയിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്യാണ്. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സ്വന്തമായിട്ട് ഓർഡർ ചെയ്തോളാം എന്നും പറഞ്ഞ് ന്യൂയി മെനു കാർഡ് വാങ്ങി ചെക്ക് ചെയ്യാണ്. ശേഷം ഡെൻ അവൾക്ക് വേണ്ടി ഓർഡർ പറഞ്ഞ അതേ ഡിഷ് തന്നെ അവള് വീണ്ടും ഓർഡർ ചെയ്യാണ്. അത് കേട്ട് ഡെൻ ചിരിക്കാണ്. ന്യൂയി അവളുടെ ഡിഷിനും അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ്. അവനാണെങ്കിൽ ആ ഡിഷ് ഒട്ടും ഇഷ്ടമല്ല. ന്യൂയി തന്നതല്ലേ എന്ന് ഓർത്ത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കഴിക്കാണ്. അത് കണ്ട് ന്യൂയും ചിരിക്കാണ്. അവൾ അവനുമായിട്ട് കുറച്ചൊന്ന് ഇണങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഞാൻ മാസങ്ങളോളം ഇരുന്ന് തയ്യാറാക്കിയതെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇത് കളയാൻ തോന്നിയെന്നു പറഞ്ഞ് ന്യൂയുടെ മാപ്പ് അവള് ഡെന്നിന് കൊടുക്കുകയാണ്. ഹോട്ടലിൽ വെറുതെ ഇരിക്കണേക്കാളും നല്ലത് ഈ പ്ലാൻ തന്നെയാ, ഞാൻ നിന്റെ കൂടെ വരാമെന്ന് ന്യൂയി പറയാണ്. അത് കേട്ട് ഡെന്നു ഒരുപാട് ഹാപ്പി ആവണം. അങ്ങനെ അവരൊന്നിച്ച് പോവാണ്. കാണുന്ന സ്ഥലങ്ങളെ കുറിച്ചെല്ലാം
ഡെൻ അവൾക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് അവൾ കുറച്ച് ഇംപ്രസ് ആവുന്നുണ്ട്. നീ എന്താ എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാത്തേ? നൂയി ചോദിക്കുന്നു. അത് ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാ. എന്നൊരു കാര്യം ചെയ്യും, നീ 1 മിനിറ്റ് എന്റെ കണ്ണിൽ തന്നെ നോക്കണം, മറ്റെങ്ങും നോക്കരുത് എന്ന് നൂയി പറയണം. അവനാണെങ്കിൽ നല്ല നാണം വരികയാണ്. നൂയി അവനെ അവളുടെ കണ്ണിലോട്ട് നോക്കാൻ തന്നെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം അവരങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുകയാണ്. കണ്ടില്ലേ, നിനക്ക് പറ്റും, നൂയി പറയുന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 32 സെക്കൻഡ് അല്ലേ ആയുള്ളൂ, നീ എണ്ണിയോ? അതേന്ന് ഡെൻ തലയാട്ടുന്നു. അത് കേട്ട് അവള് ചിരിക്കാണ്. നിനക്ക് എന്റെ കണ്ണിൽ പോലും നേരെ നോക്കാൻ കഴിയുന്നില്ല, നീ എങ്ങനെ എന്നെ വളച്ചത്? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറയണമെന്ന് നൂയി പറയണം. ഒരു ദിവസം നിന്റെ കമ്പ്യൂട്ടർ കേടായി, അന്ന് ഞാൻ വന്നത് ശരിയാക്കി തന്നു. അതിന് നീ ഓഫീസിലെ ബോസ് അല്ലേ, സ്റ്റാഫ്സിന്റെ ഒക്കെ കമ്പ്യൂട്ടർ നീ ശരിയാക്കുവോ? അത് പിന്നെ എനിക്ക് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചറിയാം, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിച്ചു. അന്നു മുതൽ ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങി. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ പ്രണയം നിന്നോട് പറഞ്ഞിരുന്നില്ല. എനിക്ക് നിന്നോട് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്തോണ്ട് നീ എന്നും ഓഫീസിൽ ലേറ്റ് ആയിരുന്നു എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വന്ന് നിനക്ക് വേണ്ടി കാറ് പാർക്ക് ചെയ്തിടാൻ സ്ഥലം പിടിക്കും. പിന്നെ നീ ആ കമ്പ്യൂട്ടർ ഫാമിംഗ് ഗെയിമിന്റെ അടിമയാണ്. സോ ഞാൻ രഹസ്യമായി നിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് രാത്രി നിനക്ക് വേണ്ടി ആ ഗെയിം കളിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ പോയിന്റ്സ് എല്ലാം ഒരുപാട് കൂടാൻ അത് ഹെൽപ്പ് ചെയ്തിരുന്നു. ഓഫീസിലെ നിന്റെ ടേബിള് ഒട്ടും അടുക്കും ചിട്ടയില്ലാതെയായിരുന്നു കിടന്നിരുന്നത്. രാത്രി എന്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ എല്ലാം ഒതുക്കി വെക്കും. നൂയി വിചാരിച്ചിരുന്നത് അത് ചെയ്യുന്നത് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആണെന്നാണ്. എന്നിട്ട് ഡെയിലി ആ ചേച്ചിനോട് പോയിട്ട് നന്ദി പറയായിരുന്നു. നിനക്ക് പഴയ പാട്ടുകൾ കേൾക്കാനായിരുന്നു ഇഷ്ടം, അതിന്റെ ഒന്നും പേര് പോലും നിനക്ക് അറിയായിരുന്നില്ല. ഞാൻ അതെല്ലാം കളക്ട് ചെയ്ത് നിന്റെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് ഇടുമായിരുന്നു. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. ഡെൻ പറയുന്നത് കേട്ട് നൂയി കൂടുതൽ ഇംപ്രസ് ആവാണ്. അവർ രണ്ടുപേരും അങ്ങനെ നടന്നു പോകുമ്പോ ഡെന്നിന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്.